പെട്ടെന്നൊരു ചക്കപ്പായസം ഉണ്ടാക്കിയാലോ? തേങ്ങ ചിരകണ്ട, പിഴിയണ്ട. പിന്നെ എങ്ങനെയെന്നല്ലേ ആ ഫോട്ടോയിൽ കണ്ടല്ലോ അല്ലേ, ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡർ. ഇപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ. പെട്ടെന്ന് ചക്കപ്പായസം കുടിക്കാൻ എനിക്കൊരാഗ്രഹം. വീട്ടിൽ ചക്ക വിളയിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, പാത്രത്തിൽ ചക്ക വിളയിച്ചത്. അപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡർ. അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ചക്ക എടുത്ത് പുറത്ത് വെച്ചു ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ ഞാൻ 25 ഗ്രാമിൻ്റെ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ ഓൾറെഡി ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനപ്പോൾ ആ പൊടി ഫുള്ള് ഈ പാത്രത്തിലോട്ട് തട്ടുവാണേ. ഒരു 2.5-3 സ്പൂണിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവം, തിക്കായിട്ടുള്ളൊരു കോക്കനട്ട് മിൽക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. നന്നായി ഇളക്കി കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ പണിയെല്ലാം എളുപ്പമായല്ലോ. തേങ്ങ ചിരകി പാലെടുക്കുമ്പോൾ തന്നെ കുറച്ച് ടൈം പോകും. അത് ദേ ഇപ്പോൾ കഴിഞ്ഞു. 2 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് പായസം വയ്ക്കാം. അപ്പോൾ വേണ്ടത് ഒന്നുമില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ കട്ടിയുള്ള ചീനിച്ചട്ടിയോ എടുക്കാം. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 തവി, ഈ ഉരുളൻകൈലിന് 2 തവി ചക്ക വിളയിച്ച് വെച്ചിരുന്നത് ചീനിച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുവാണ്. ഓൾറെഡി ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊന്നും മാറിയതിന് ശേഷമാണ് ഞാൻ ചട്ടിയിലോട്ട് ഇട്ടത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കോക്കനട്ട് മിൽക്കിന് എടുത്ത കപ്പുണ്ടല്ലോ, ആ കപ്പിൽ 2 കപ്പ് ഒഴിക്കുവാണ്. ആദ്യം ഞാനൊരു കപ്പ് ഒഴിക്കുവാണേ. അതിന് ശേഷം അത് നന്നായിട്ട് തിളച്ചിട്ട് അടുത്ത കപ്പ് ഒഴിച്ചു. പെട്ടെന്നുണ്ടാക്കുന്നത് കൊണ്ടും കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത് കൊണ്ടും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മളിത് കഴിക്കുകയോ ഇല്ലയെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് പായസം വെച്ച് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ചക്ക തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇത് നമ്മൾ ചൂടുവെള്ളത്തിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എല്ലായിടത്തോട്ടും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓൾറെഡി ചക്കയിൽ ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ ശർക്കര ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. കാര്യം മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ ചക്കയിലാണെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി അഡീഷണൽ ചേർക്കണം. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ അത് കൂടാണ്ട് ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ നമ്മുടെ നെയ്യും കൂടെ ഒന്ന് ചൂടാക്കി അതിൽ തേങ്ങ മൊരിയിച്ച് അങ്ങിട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്തില്ല. നമ്മുടെ ചക്കപ്പായസം റെഡി. ശരിക്കും നല്ലൊരു പ്രഥമൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോൾക്കും ഇഷ്ടമായി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇതല്ല, നിങ്ങൾ തേങ്ങാപ്പാലൊക്കെ ചിരകിയിട്ടാണെങ്കിലും ഈ സെയിം പ്രൊസീജിയർ തന്നെ തേങ്ങ ചിരകി പാല് പിഴിയണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് കിടുവായിരുന്നു കഴിക്കാനായിട്ട്. ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്തൊക്കെ കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക.